നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധിയറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. വിവരങ്ങളുമായി ശ്രീജിത്ത് KJ ആണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിധി അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 25 ദിവസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവേശം തിരഞ്ഞെടുപ്പ് ദിവസവും നാം കണ്ടതാണ്. വലിയ രീതിയിൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തി. അതിൻ്റെ കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 78.27% കേരളത്തിലെ പോളിംഗ്. ഇത് 1987 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പോളിംഗ് ആണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വലിയ രീതിയിൽ ഈ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലുമാണ്. നഗരപ്രദേശങ്ങളിലും ഈ ട്രെൻഡ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല, തിരുവനന്തപുരം ജില്ല, പാലക്കാട്, പത്തനംതിട്ട അടക്കമുള്ള പല പ്രദേശങ്ങളിലും മുൻകാലങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇത്രത്തോളം പോളിംഗ് ഉയർന്നിട്ടില്ല. പക്ഷേ ആ ചരിത്രമെല്ലാം മാറ്റിയെഴുതിക്കൊണ്ടാണ് വലിയ രീതിയിൽ പോളിംഗ് നടന്നിരിക്കുന്നത്. എന്തിന് പറയുന്നു, എറണാകുളം ജില്ലയിലെ കുന്നത്തുനാടും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിലുമെല്ലാം ത്രികോണ മത്സരങ്ങൾ നടക്കുന്നിടങ്ങളിൽ വരെ വലിയ രീതിയിൽ വോട്ട് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു. ഇത് മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നു. അതോടൊപ്പം തന്നെ ചങ്കെടുപ്പും ഏറ്റുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് LDFിൻ്റെ പ്രതീക്ഷ. കുറഞ്ഞത് 80 സീറ്റെങ്കിലും നേടും. തരംഗമാണെങ്കിൽ അത് 100ലേക്ക് പോകുമെന്നാണ് LDFിൻ്റെ വിലയിരുത്തൽ. പ്രാഥമികമായ വിലയിരുത്തൽ പൂർത്തിയായി. മറ്റന്നാൾ തന്നെ അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിൽ കൃത്യമായി മണ്ഡലം കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും എല്ലാം വിലയിരുത്തൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും CPMൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ വിലയിരുത്തൽ വരുന്നത്. ഇതേ സമാനമായ പ്രതീക്ഷ തന്നെയാണ് UDFനും ഉണ്ടാകുന്നത്. 10 വർഷത്തെ വനവാസത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമെല്ലാം UDF നേതാക്കളിലും കാണാനുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 85 സീറ്റാണ്. തരംഗമുണ്ടെങ്കിൽ VD സതീശൻ പലതവണയായി ആവർത്തിക്കുന്ന ആ 100ലേക്ക് പോകാൻ കഴിയുമെന്നാണ് UDFിൻ്റെ പ്രതീക്ഷ. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമെല്ലാം മുഴുവനായി തന്നെ വലിയ ട്രെൻഡ് UDFന് അനുകൂലമായുണ്ട്. അതുകൊണ്ട് തന്നെ 100 സീറ്റിലേക്ക് പോകുമെന്നും അവർ വിലയിരുത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള വലിയ പ്രചരണമായിരുന്നു അവർ നടത്തിയത്. പല മണ്ഡലങ്ങളിലും കൃത്യമായി തന്നെ ജനകീയനായ സ്ഥാനാർത്ഥികളെ രംഗത്തിറങ്ങി വലിയ രീതിയിൽ വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. BJPയുടെ വിലയിരുത്തൽ അനുസരിച്ചാണെങ്കിൽ 3 മുതൽ 7 സീറ്റ് വരെ എന്തായാലും അക്കൗണ്ട് തുറക്കും. അത് 3 സീറ്റായിരിക്കും. പക്ഷേ അത് 7ലേക്ക് വരെ ഒരു തരംഗമുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ 17-നും 20-നും ശതമാനത്തിനിടയ്ക്ക് വോട്ട് നേടാൻ കഴിയും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഒരുക്കമായാണ് BJP ഇതിനെ കാണുന്നത്. അങ്ങനെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ഇനി കണക്ക് കൂട്ടലാണ്. ജില്ലാ കമ്മിറ്റികളിൽ നിന്നും മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും വിവരങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ അവർ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും കൃത്യമായ വിലയിരുത്തൽ ഉണ്ടാകുക. എന്തായാലും തിരഞ്ഞെടുപ്പ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാത്തിരിപ്പാണ്. ഇനി മെയ് 4-നാണ് ഇത്തരത്തിൽ ഈ പോളിംഗ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസം വരുന്നത്. അപ്പോൾ ഒരു മാസത്തിനടുപ്പിച്ച് കാത്തിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇനി തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലെല്ലാം തിരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതിൻ്റെ എല്ലാം കാത്തിരിപ്പുണ്ട്. എന്തായാലും ഈ 3 മുന്നണികളും ഒരേ പ്രതീക്ഷയിലാണ്. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഭരണമാറ്റം ഉണ്ടാകുകയോ അതോ ഭരണ തുടർച്ച ഉണ്ടാകുമോ, BJPക്ക് എത്ര, ഇതിൻ്റെ ഒരു കണക്കായിരിക്കും ഇനി ജനം കാത്തിരിക്കുന്നത്. എന്തായാലും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും നാം ഇന്നലെ കണ്ടത്. ശ്രീജിത്തെ, BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും നിശബ്ദ പ്രചാരണത്തിന് എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപേയുള്ള ദിവസങ്ങളിലൊക്കെ ആയാലും കിറ്റ് വിവാദമായാലും ശോഭാ സുരേന്ദ്രൻ്റെ വിഷയങ്ങളും ഒക്കെ കത്തിപ്പടർന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിധി നിർണയ ദിവസം BJPയെ സംബന്ധിച്ച് എങ്ങനെയാവും ഈ ഒരു തിരഞ്ഞെടുപ്പ് സ്വാധീനിക്കുക? അവർ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ദേശീയ നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി പ്രചരണം മുന്നോട്ട് പോയത്. 2 തവണ നരേന്ദ്രമോദി വന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടെത്തിയാണ് പ്രചരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഞാൻ മുൻപ് സൂചിപ്പിച്ചത്
പോലെ തന്നെ 3-നും 7-നും ഇടയ്ക്ക് സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേമത്ത് അക്കൗണ്ട് തുറക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പാലക്കാട് വലിയ പ്രതീക്ഷയിലാണ്, മഞ്ചേശ്വരത്ത് വലിയ പ്രതീക്ഷയിലാണ്, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ വലിയ പ്രതീക്ഷയിലാണെന്ന്, തൃശ്ശൂരിൽ പ്രതീക്ഷയിലാണ്. പക്ഷേ അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ പ്രതിസന്ധിയിലാക്കുന്നത് ആ വോട്ടിംഗ് ദിനമുണ്ടായ ചില പ്രശ്നങ്ങളാണ്. ആ ഒരാഴ്ച ഉണ്ടായ കിറ്റ് വിവാദം, അതോടൊപ്പം തന്നെ പണത്തിൻ്റെ എല്ലാം വിവാദം അവരെ പൊതുവെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോഴും അവർ അത് തുറന്നു സമ്മതിക്കില്ല. അങ്ങനെ ജനങ്ങൾ നേരത്തെ തന്നെ വോട്ടിടാൻ തീരുമാനിച്ചതാണ്. ഇത്തരം വിവാദങ്ങൾ BJPയെ എതിർക്കാനുള്ള ഒരു മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ എതിർ പാർട്ടികളുടെയും ഗൂഢാലോചനയായാണ് അവർ അവസാന ഘട്ടത്തിലും പറയുന്നത്. ഇന്നലെ തന്നെ സുരേഷ് ഗോപി വോട്ട് ചെയ്ത ശേഷം പുറത്തിറങ്ങി പ്രതികരിച്ചതും അങ്ങനെയാണ്. തൃശ്ശൂരിൽ താൻ വന്നിറങ്ങിയപ്പോഴും അതോടൊപ്പം തന്നെ വിജയിപ്പിച്ചപ്പോഴുമെല്ലാം ഇത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. തനിക്കെതിരെ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും ഇത്തരം പല കേസുകളും ഉണ്ടായി. അപ്പോൾ അതിനൊരു സമാനമായി തന്നെയാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ വിജയം ഉറപ്പായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കേസുകളും ഇത്തരം ഗൂഢാലോചനകളും നടത്തുന്നതെന്നാണ് BJPയുടെ വാദം. പക്ഷേ ഇത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ അതോ ജനങ്ങൾ BJPക്ക് എതിരായോ എന്നെല്ലാം അറിയാം. മെയ് 4 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നാം എന്തു പറഞ്ഞാലും തുടർച്ചയായി തന്നെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു MPയെ നേടി. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മേയറെ ലഭിക്കുന്നു. അപ്പോൾ ഇനി അവർക്ക് നേടാനുള്ളത് MLA ആണ്. അത് അവർ നേടുമെന്നാണ് രാജീവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വികസിത കേരളത്തിനായി വോട്ട് ചെയ്യുക എന്ന രീതിയിലുള്ള വലിയ രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് പണം ഒഴുക്കിയായാലും അവർ MLA നേടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അവരുടെ എന്തായാലും അണികൾ ഉൾപ്പെടെയുള്ളത്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് നാം പരിശോധിക്കണം. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെല്ലാം രണ്ട് മുന്നണികളുടെയും എത്രത്തോളം വോട്ട് NDA പിടിക്കും അതിനനുസരിച്ചായിരിക്കും ഈ UDFൻ്റെയും അതോടൊപ്പം തന്നെ LDFൻ്റെയും എല്ലാം വിജയം നിശ്ചയിക്കുക. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെല്ലാം 7-ലധികം മണ്ഡലങ്ങളിൽ ഈ LDF അല്ലെങ്കിൽ UDFുമായിരിക്കും BJPയുടെ നേരിട്ടുള്ള മത്സരം. പ്രത്യേകിച്ച് നമുക്കറിയാം കഴക്കൂട്ടം, ആറ്റിങ്ങൽ, നേമം, വർക്കല അടക്കമുള്ള കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിൽ BJPയുടെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. ഈ മണ്ഡലങ്ങളിൽ അവർക്ക് 30,000 അതോടൊപ്പം തന്നെ 35,000 ഇടയ്ക്ക് വോട്ടുണ്ട്. അതിൽ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ ആരെ വോട്ടായിരിക്കും പിടിക്കുക, അതെല്ലാം വലിയ രാഷ്ട്രീയ കേരളത്തിൽ ഇനി ചർച്ചയാകാൻ പോകുന്നു. അതോടൊപ്പം തന്നെ BJPക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞ 2016 സമാനമായി തന്നെ ഒരു വോട്ട് കച്ചവടത്തിൻ്റെ ഒരു ഡീൽ വിവാദവും എല്ലാം ഇനി കൂടുതൽ കത്തിപ്പടരാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞതോടെ ഇനി വിധിയെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് സംസ്ഥാനം ഉണ്ടാകുക. എന്തായാലും മെയ് 4-നാണ് വോട്ടെണ്ണൽ ഉണ്ടാകുക. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. ഇത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നത് വലിയ പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് CPM-നുള്ളത്. 80-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 100-ലധികം എത്തുമെന്നൊക്കെ UDFനും ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും 3 സീറ്റുകളൊക്കെ NDA ക്യാമ്പൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം ഇത്തരത്തിൽ ഉയർന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ഉള്ളത്. ഇനി മെയ് 4-ന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധി അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് KG ആണ്.